ഹലോ നമസ്കാരം. അപ്പോൾ തെന്മല അഡ്വഞ്ചർ പാർക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ നമ്മൾ ചെന്ന സമയത്ത് ഈ ഒരു പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന കാരണം നമുക്ക് അധിക ദൂരം അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ജസ്റ്റ് ഒരു സൈഡ് വ്യൂ എന്ന് പറയുന്ന നമുക്ക് അത്യാവശ്യം കാണാനെ കൊണ്ടുള്ള സ്ഥലമുണ്ട്. അവിടെ നമുക്ക് വരുന്നത് ഒരു 10ഓളം അഡ്വഞ്ചർ ആക്ടിവിറ്റിയാണ് വരുന്നത്. സിപ്പ് ലൈൻ, അതുപോലെ റിവർ ക്രോസിങ്, അങ്ങനെ കുറേ പരിപാടികൾ നമുക്കവിടെ വരുന്നുണ്ട്. പതുക്കെ പിടിച്ചാൽ ഫോൺ ആദ്യം പിടിക്കും. കുറച്ച് വീഡിയോ എടുക്കുന്നതാവും പറയുന്നത്. സിപ്പ് ലൈൻ അത്യാവശ്യം ലെങ്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു എന്താ ഹൈറ്റും ലെങ്തും ഒക്കെ കിട്ടുന്നൊരു പരിപാടിയാണ് സിപ്പ് ലൈന്. സിപ്പ് ലൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടുന്ന പറഞ്ഞാൽ നമുക്കൊരു ഗണ്ണിൻ്റെ ഒരു ഷൂട്ടിങ്ങാണ് കിട്ടുന്നത്. ഒരു 3 റൗണ്ട് നമുക്ക് കിട്ടും ഗണ്ണിൻ്റെ ഷൂട്ടിങ്. നമുക്ക് നല്ല മുന്നേ ഉള്ളതുകൊണ്ട് അത് രണ്ടും കൊണ്ടിട്ടില്ലായിരുന്നു. നമ്മൾ 2 പേര് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരെണ്ണം പോലും അതിൽ കൊള്ളിക്കാനെ കൊണ്ട് പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു റോപ്പിൻ്റെ ഒരു ടണലിനകത്ത് കൂടെ പോകും. അങ്ങനെ കൊച്ചു പിള്ളേർക്കൊക്കെ നല്ല എൻജോയിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണിത്. ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് കൂട്ടുകാരൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് ഈ അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയുന്നത്. അവിടെ കൂടുതലും നമുക്ക് ഈ റോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പരിപാടികൾ നമുക്ക് കാണാനെ കൊണ്ടുപറ്റും. വെറുതെ നമുക്ക് എന്താണ് സമയം പോകാനെ കൊണ്ടൊക്കെ ഉള്ളൊരു നൈസ് പരിപാടിയാണ് അഡ്വഞ്ചർ. ഇതിനകത്തൊന്നും വലിയ അഡ്വഞ്ചർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ്. അടുത്ത് നമുക്കൊരു റിവർ ക്രോസിംഗ് ആണ്. നമുക്ക് അതിൻ്റെ സേഫ്റ്റി ബെൽറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു റോപ്പേ കൂടെ നമ്മൾ റിവർ ക്രോസിംഗ് ആണ് അടുത്ത പരിപാടി നമ്മുടെ വരുന്നത്. ഇത് അത്യാവശ്യം അഡ്വഞ്ചറായിട്ട് നമുക്ക് തോന്നിക്കും. കാര്യം മണ്ടക്കത്തെ റോപ്പിൽ നമ്മുടെ കൈ പിടിച്ചിട്ട് താഴത്തെ റോപ്പിൽ കൂടെ നടക്കുന്ന ഒരു പരിപാടിയാണ്. സേഫ്റ്റി ബെൽറ്റും കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് അത്ര വലിയ അപകടമായിട്ടുള്ള ഒരൊന്നുമില്ല. ആദ്യത്തെ ഒരു ആവേശത്തിന് നമ്മൾ വിചാരിക്കും അപ്പുറത്തെ അങ്ങേയറ്റം വരെ പോയി തൊട്ടിട്ട് തിരിച്ചൊക്കെ വരാമെന്ന് വിചാരിക്കും. എന്നാലും നമുക്ക് ആ ഒരു സെൻറ്ററിലൊക്കെ ആകുമ്പോഴത്തേന് ആ ഒരു റോപ്പ് 2 എണ്ണം അങ്ങോട്ട് കിടന്ന് ആടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു കൈ കഴിക്കുകയും നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് വരും. നമ്മൾ ചില ആൾക്കാർ മാത്രമാണ് നമുക്ക് അപ്പുറത്ത് പോയി തൊടുന്നത്. ബാക്കി കുറച്ച് പേര് എൻ്റെ കൂട്ടുകാരൻ എന്തായാലും അവിടെ വരെ പോയില്ല, പകുതിയായപ്പോൾ അങ്ങ് നിർത്തി. നമുക്ക് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. അവിടെ നമുക്ക് കുറേ മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ എന്തെങ്കിലും മീനിനെ കഴിക്കാനുള്ള എന്തെങ്കിലും നമ്മുടെ കാരണം അതിലെന്തെങ്കിലും മിച്ചറോ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിരിക്കും. നമ്മൾ കൈയും വീശി വന്നാണ്. പിന്നെ നമ്മുടെ കൈ ഇങ്ങനെ മീനിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുമായിരുന്നു. അത് പക്ഷേ നല്ല നമുക്ക് കണ്ണിന് കുളിർമയേകുന്നൊരു കാഴ്ച തന്നെയാണ്. അത് അത്രയും മീനുകൾ അത് ഇങ്ങനെ കരയിലോട്ട് തന്നെ കയറി വന്നുകൊണ്ടേയിരിക്കും. നമുക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയായിരുന്നു ഈ ബോട്ടിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു ബോട്ടിങ്. നമുക്ക് ആ ഒരു റൗണ്ട് അത്യാവശ്യം നമുക്കവിടെ സമയം കിട്ടും. നമുക്ക് 4 പേർക്ക് അതിനകത്തിൽ കയറാം. 2 പേരാണ് അത് ബോട്ട് അതിങ്ങനെ അതിൻ്റെ പെഡലിങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് സമയം കിട്ടും അവിടെ നിന്ന് കറങ്ങാനൊക്കെ ഉള്ള. വേറൊന്നുമില്ല, നമ്മളതിങ്ങനെ ഇതിൽ ചവിട്ടിക്കൊണ്ടിരിക്കുക.
എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഇതുപോലെ ലിവർ വരും. അതിനകത്തിലാണ് നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ എങ്ങോട്ട് പോകണോ എന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റില്ല അതിനകത്ത്. ഇത് അത്യാവശ്യം നമുക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. നമ്മളൊരു 4 പേരെ കൊണ്ടുവരും നല്ല അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണിത്. അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു പരിപാടിക്ക് അതിൽ നമ്മളൊന്ന് പെട്ടുപോയായിരുന്നു. അത്യാവശ്യം നല്ല പാടാണ്. ആ ഒരൊറ്റ റോപ്പിൽ നമ്മൾ അങ്ങ് അറ്റം വരെ പോയിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പാടാണ്. സേഫ്റ്റി ബെൽറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. സേഫ്റ്റി ബെൽറ്റും അതുപോലെ നമ്മുടെ കയ്യിൽ ഗ്ലൗവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ കൈക്കോ അങ്ങനെയൊന്നും നമുക്കൊന്നും പറ്റത്തില്ല. എന്നാലും നമുക്കൊരു ശരീരം നല്ലതായിട്ട് ക്ഷീണിക്കുന്നൊരു പരിപാടിയാണിത്. ഈ ഐറ്റമൊക്കെ നമുക്ക് പിള്ളേർക്ക് കയറി ഒരു കുറച്ച് നേരത്തെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. മേളിൽ വരെ വലിഞ്ഞ് കയറുക. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിലും പിള്ളേരാണ് കയറി കളിക്കേണ്ടത്. പക്ഷേ നമ്മളത് കണ്ടതിൻ്റെ ആ ഒരു ത്വരയ്ക്ക് നമ്മളൂടെ കയറി കണ്ട് ചാട്ടമൊക്കെ ചാടി അപ്പോൾ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തെന്മല ഡാമിലേക്ക്. ഡാമിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകാനെ കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുണ്ട്. ഇത്രയും കുറേ സ്റ്റെപ്പുകളുണ്ട്. ഇത്രയും സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് വേണം നമുക്ക് ആ ഡാമിൻ്റെ മുകൾ ഭാഗത്ത്. ഇത്ര നടന്നാലും നമുക്കതിൻ്റെ മേൽഭാഗത്ത് എത്തിയിട്ട് നമുക്ക് ആ ഒരു ചുറ്റിന് നല്ലൊരു വ്യൂ ആണ് ആ ഡാമിൻ്റെ മുൻവശം. 2 സൈഡിലോട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്കിവിടെ എൻജോയ് ചെയ്യാനുള്ള കുറേ സ്ഥലങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡാമിലും നമുക്കതുപോലെ അഡ്വഞ്ചർ പാർക്കിലൊക്കെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോകാനൊക്കെ പറ്റും.